ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര പിടിക്കാൻ ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ് അല്ലെ ക്രിസ്റ്റീന? അതെ, ഉച്ചയ്ക്ക് 1:30 ഒഡീഷയിലെ കട്ടക്കിലാണ് രണ്ടാം ഏകദിനം. പരിക്ക് ഭേദമായ വിരാട് കോഹ്ലി ടീമിൽ തിരിച്ചെത്തുമെന്ന സന്തോഷ വാർത്തയുമുണ്ട്. നാഗ്പൂരിലെ നല്ല തുടക്കത്തിന് ശേഷം കട്ടക്കിൽ കരുത്തുകാട്ടാൻ ടീം ഇന്ത്യ. ഓൾറൗണ്ട് മികവിൽ 4 വിക്കറ്റിനായിരുന്നു ആദ്യ മത്സരത്തിലെ ഇന്ത്യൻ ജയം. 249 റൺസ് വിജയലക്ഷ്യം 68 പന്ത് ബാക്കി നിർത്തി അനായാസം അടിച്ചെടുത്തു. ബൌളിംഗിൽ രവീന്ദ്ര ജഡേജയും അരങ്ങേറ്റക്കാരൻ ഹർഷിത് റാണയും തിളങ്ങിയപ്പോൾ ബാറ്റിംഗിൽ അർദ്ധ സെഞ്ചുറികളോടെ കസറിയത് ശുഭമാൻ ഗില്ലും ശ്രേയസ് അയ്യരും അക്സർ പട്ടേലും. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മോശം ഫോമിൽ മാത്രമാണ് ഇന്ത്യക്ക് ആശങ്ക. വെറും 2 റൺസിന് പുറത്തായ രോഹിത്തിന് വിമർശനങ്ങളെ ബൗണ്ടറി കടത്താൻ ഇന്ന് വമ്പൻ സ്കോർ കണ്ടെത്തിയേ മതിയാകൂ. കാൽമുട്ടിനേറ്റ പരിക്ക് മൂലം കഴിഞ്ഞ മത്സരം നഷ്ടമായ വിരാട് കോഹ്ലി ടീമിൽ തിരിച്ചെത്തും. ഇതോടെ യശസ്വി ജയ്സ്വാളിനാകും ആദ്യ 11-ലെ സ്ഥാനം നഷ്ടമാവുക. കട്ടക്കിലെ പിച്ചിൽ സ്പിന്നർമാർക്ക് മേൽക്കൈയുള്ളതിനാൽ ജഡേജ, കുൽദീപ്, അക്സർ പട്ടേൽ ജോഡിയെ ഇന്ത്യ നിലനിർത്തും. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് കൂടുതൽ മാച്ച് ടൈം ആവശ്യമായതിനാൽ മുഹമ്മദ് ഷമിയും ടീമിൽ തുടരും. 2020 പിന്നാലെ ഏകദിന പരമ്പര നഷ്ടത്തിന്റെ നാണക്കേട് പേറാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ഇംഗ്ലണ്ട്. ബാറ്റിംഗിലെയും ബൌളിംഗിലെയും നല്ല തുടക്കം മുതലാക്കാൻ പറ്റാത്തതായിരുന്നു നാഗ്പൂരിലെ ഇംഗ്ലീഷ് തോൽവിക്ക് കാരണം. പരമ്പര പിടിക്കാൻ ഇന്ത്യയും നഷ്ടമാവാതിരിക്കാൻ ഇംഗ്ലണ്ടും കട്ടയ്ക്ക് പോരിനിറങ്ങുമ്പോൾ കട്ടക്കിലെ കളി കലക്കുമെന്നുറപ്പ്. സ്പോർട്സ് ഡെസ്ക് 24.